നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടെലിഗ്രാഫ് പത്രത്തിന്റെ മുൻ എഡിറ്ററും ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ ആർ രാജഗോപാലിനെ പാസ്പോർട്ട് നിഷേധിച്ച സംഭവത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തടഞ്ഞു വെച്ചിരുന്ന പാസ്പോർട്ട് പുതുക്കി നൽകാനുള്ള സംയുക്ത നടപടികളിലേക്ക് ബംഗാൾ പോലീസും പാസ്പോർട്ട് അധികൃതരും കടന്നു കഴിഞ്ഞു. BJP ഭരിക്കുന്ന പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് നയിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശൻ അയച്ച കത്തിന്മേൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി കാണിച്ച രാഷ്ട്രീയത്തിന് അതീതമായ താൽപര്യമാണ് പ്രശ്നം വേഗത്തിൽ പരിഹരിക്കപ്പെടാൻ കാരണമായത്. ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ മാധ്യമ വിവാദങ്ങൾക്ക് കാരണമായ ഈ പ്രതിസന്ധിക്ക് ഒടുവിലാണ് തിങ്കളാഴ്ച വൈകിട്ടോടെ കൊൽക്കത്ത പാസ്പോർട്ട് ഓഫീസിൽ നിന്നും ആർ രാജഗോപാലിന് അനുകൂലമായ സന്ദേശം ലഭിക്കുന്നത്. പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണെന്നും അധികൃതർ അദ്ദേഹത്തെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു. തൊട്ടു പിന്നാലെ കൊൽക്കത്ത പോലീസ് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടുകയും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റീവെരിഫിക്കേഷൻ നടപടികൾ ആരംഭിച്ചതായി വ്യക്തമാക്കുകയും ചെയ്തു. റീവെരിഫിക്കേഷനായി അപേക്ഷ സമർപ്പിക്കാനുള്ള ഓൺലൈൻ ലിങ്ക് ചൊവ്വാഴ്ച വൈകിട്ടോടെ തനിക്ക് ലഭിച്ചതായും ആർ രാജഗോപാൽ മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേരിട്ടുള്ള ഇടപെടലിനെ തുടർന്നായിരിക്കാം ബംഗാൾ പോലീസും പാസ്പോർട്ട് അധികൃതരും സംയുക്തമായി ഇതുവരെ തടഞ്ഞു വെച്ചിരുന്ന ഫയലുകളിൽ മേൽ ഇത്രയും വേഗത്തിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറായതെന്നും രാജഗോപാൽ കൂട്ടിച്ചേർത്തു. ഭരണതലത്തിലെ ഉയർന്ന നിർദ്ദേശമില്ലാതെ ഇത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് ഈ നീക്കം വ്യക്തമാക്കുന്നത്. ഈ സംഭവത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്വീകരിച്ച നിലപാട് ഏറെ ശ്രദ്ധേയമാണ്. ഡൽഹിയിലെയും കൊൽക്കത്തയിലെയും മാധ്യമ രാഷ്ട്രീയ അണിയറകളിൽ കടുത്ത ഭരണ പ്രതിപക്ഷ പോരാട്ടങ്ങൾ നടക്കുമ്പോഴും ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകന് നേരിട്ട നീതികേടിൽ രാഷ്ട്രീയം കലർത്താൻ അദ്ദേഹം മുതിർന്നില്ല. കേരള മുഖ്യമന്ത്രി VD സതീശന്റെ കത്തിലെ ഗൗരവം ഉൾക്കൊണ്ട് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം നൽകാൻ സുവേന്ദു അധികാരി തയ്യാറെടുത്തതുകൊണ്ടാണ് ഈ വേഗത കൈവന്നത്. ഈ വിവാദത്തിന്റെ വേരുകൾ കിടക്കുന്നത് പൗരത്വവും വോട്ടർ പട്ടികയും സംബന്ധിച്ച് ബംഗാളിലെ ഉദ്യോഗസ്ഥ തലത്തിലെ വിചിത്രമായ കണ്ടെത്തലുകളിലാണ്. 2002 വോട്ടർ പട്ടികയിൽ രാജഗോപാലിന്റെയോ അദ്ദേഹത്തിന്റെയോ പരേതനായ പിതാവിന്റെയോ പേര് കണ്ടെത്താനായില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കഴിഞ്ഞ മാർച്ചിൽ കൊൽക്കത്തയിലെ ബാലിഗഞ്ച് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ പേര് വെട്ടിയത്. ഇതിന്റെ ചുവട് പിടിച്ചാണ് വർഷങ്ങളായി ഇന്ത്യയുടെ മുഖ്യധാര പത്രപ്രവർത്തന രംഗത്തുള്ള ഒരാളുടെ പാസ്പോർട്ട് പുതുക്കലും സുരക്ഷാ കാരണങ്ങളാൽ തടഞ്ഞു വെക്കപ്പെട്ടത്. എന്നാൽ ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രതികരണമാണ് രാജഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഗാന്ധിയനും മുൻ പ്രൊഫസറും കേരളത്തിലെ ഗാന്ധി സ്മാരക നിധി മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന തന്റെ പിതാവ് 2016 അന്തരിച്ചതെന്നും ദശാബ്ദങ്ങളായി ഈ രാജ്യത്ത് ജീവിച്ച അദ്ദേഹം എങ്ങനെ വോട്ടർ പട്ടികയിൽ ഇല്ലാതെ വരുമെന്നും രാജഗോപാൽ ചോദ്യം ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം ബാലിശ്യമായ കണ്ടെത്തലുകളാണ് ഒരു മുതിർന്ന പൗരനെയും മാധ്യമ പ്രവർത്തകനെയും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്ന രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ദേശീയ മാധ്യമ ലോകം ഈ സംഭവത്തെ ഒരൊറ്റക്കെട്ടായി കണ്ടത്. എഡിറ്റേഴ്സ് ഗിൽഡ് അടക്കമുള്ള വിവിധ മാധ്യമ സംഘടനകളും മുതിർന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ശക്തമായ ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരുന്നു. രാജ്യത്തെ പ്രമുഖ പത്രത്തിന്റെ എഡിറ്ററായിരുന്ന വ്യക്തിക്ക് സ്വന്തം രാജ്യത്ത് പൗരത്വവും പാസ്പോർട്ടും തെളിയിക്കാൻ നടക്കേണ്ടി വരുന്നത് ജനാധിപത്യത്തിന് നല്ല സൂചനയല്ലെന്ന വികാരം ശക്തമായി ഉയർന്നു. വിഷയം ദേശീയ ശ്രദ്ധ ആകർഷിച്ചതോടെ പ്രതിപക്ഷ കക്ഷികൾ ഇതിനെ ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരുന്നു. ACC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും കൊൽക്കത്തയിലെ രാജഗോപാലിന്റെ വസതിയിലെത്തി നേരിട്ടാണ് കോൺഗ്രസിന്റെ ഐക്യദാർഢ്യം അറിയിച്ചത്. കേരളത്തിൽ നിന്നും ബംഗാളിൽ നിന്നും ഒരുപോലെ ഉയർന്ന സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സുരക്ഷാ ക്ലിയറൻസ് നിഷേധിക്കപ്പെട്ടവരുടെ പട്ടികയായ SIR-ൽ നിന്ന് രാജഗോപാലിന്റെ പേര് നീക്കാൻ നിർബന്ധിതരായി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുകൂല നിലപാടിന് പിന്നാലെയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നിർണായകമായ തിരുത്തൽ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. VD സതീശന്റെ കത്ത് ലഭിച്ച ഉടൻ തന്നെ സുവേന്ദു അധികാരി വിഷയത്തിൽ ഇടപെടുകയും ബംഗാൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങൾ
നീക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനവും ഇതിലൂടെ വ്യക്തമാകുന്നു. ഒരു മാധ്യമ പ്രവർത്തകന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിലും വോട്ടർ പട്ടിക പുതുക്കലിന്റെയും സുരക്ഷാ പരിശോധനകളുടെയും പേരിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന അനാവശ്യ ഭീതിപ്പെടുത്തലുകൾ ഈ സംഭവം തുറന്നു കാട്ടുന്നുണ്ട്. ഏതായാലും എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്, ഇതുകൊണ്ട് ആരൊക്കെ പാസ്പോർട്ട് നഷ്ടമാകും, അല്ലെങ്കിൽ പൗരത്വം തെളിയിക്കാൻ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് എന്നുള്ള ആശങ്കകളൊക്കെ തന്നെ ജനങ്ങൾക്കുണ്ട്. കൃത്യമായിട്ട് ഇത് നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണം നടത്തേണ്ടതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ആശയപരമായിട്ടുള്ള പല സംശയങ്ങളും അത് മാറും എന്നാണ് പറയാനുള്ളത്.